പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനക് പ്രസാദ്. ഭാവന കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന അനോമി എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള മൂവി റിവ്യൂ റെസ്പോൺസ് വീഡിയോ ആണിത്. ഈ സിനിമ വളരെ നല്ലൊരു സിനിമയാവണേ എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഇതിൻ്റെ ട്രെയിലറും ടീസറൊക്കെ കണ്ടപ്പോൾ ഞാൻ ഈ സിനിമയ്ക്ക് കാണാൻ കയറിയത്. നല്ലൊരു ത്രില്ലർ സിനിമയായിരിക്കും എന്നുള്ളൊരു ഇൻ്റർപ്രിട്ടേഷനും ഉണ്ടായി. ഭാവന തന്നെയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾക്ക് സിനിമ വളരെ ഫ്രഷ് ആയിട്ട് കാണണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. കാരണം ഇനി അങ്ങോട്ട് ഞാൻ ചിലപ്പോൾ സ്പോയിലേഴ്സും സിനിമയുടെ ചില ഡീറ്റെയിൽസ് ഒക്കെ പറയുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സിനിമയുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് സിനിമക്ക് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് പോയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ സിനിമയുടെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഭാവനയെ കാണിക്കുന്നുണ്ട്. ഭാവന ഒരു ഫോറൻസിക് ഓഫീസറൊക്കെയാണ്. ഭാവനയുടെ അനിയനുണ്ട്. ഭാവനയുടെ അനിയൻ്റെ മിസ്സിങ്ങിലൂടെയൊക്കെയാണ് സിനിമ ഇങ്ങനെ തുടങ്ങുന്നത്. അതായത് ഒരു സൈക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടാണ് സിനിമ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഭാവനയുടെ പേര് സാറ എന്നാണ്, ഭാവനയുടെ അനിയൻ്റെ പേര് സയാൻ. ഇവരുടെ പാരൻസ് ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇതിൻ്റെ ട്രോമയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അനിയനാണെങ്കിൽ ഓൾറെഡി ഒരു കുറച്ച് സൂയിസൈഡൽ ടെൻഡൻസീസ് ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരാൾ മിസ്സിങ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, സൈക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടാണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി, വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഡയലോഗ്സും വളരെ ഒരു എച്ചുകെട്ടൽ നമുക്ക് ത്രൂ ഔട്ട് ആദ്യം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ കാസ്റ്റിങ്ങിലാണെങ്കിലും ഈ ഭാവനയുടെ അനിയനായിട്ട് വന്ന ആളാണെങ്കിലും കാസ്റ്റിങ്ങിൽ തന്നെ നല്ലോണം പാളി. കാരണം അവർക്ക് തന്നെ ഇപ്പം ഇവർ താമസിക്കുന്നതും ഒരു അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുന്ന വളരെ ഒരു ഹൈഫൈ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ വളരെ മൊണ്ണ ക്യാരക്ടേഴ്സ്, അതായത് മൊണ്ണ എന്ന് പറഞ്ഞാൽ പൊണ്ണ ലുക്ക്. നമുക്ക് സിനിമ കാണുമ്പോൾ നമുക്ക് ഈ ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ, ഈ നല്ല മനുഷ്യരെ കാണുമ്പോഴാണ് കണ്ടിരിക്കാൻ നമുക്ക് ഇഷ്ടമുള്ളവരൊക്കെ പുതുമുഖങ്ങളായാലും അവരുടെ പെർഫോമൻസും അവരുടെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കും നമുക്കൊരു രസം തോന്നിയാലും സിനിമ കാണാൻ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഭാവന ഉണ്ട്, പിന്നെ റഹ്മാൻ ഉണ്ട് പോലീസുകാരനായിട്ട്, പിന്നെ ചെറിയ റോളുകളിലുള്ള പല ക്യാരക്ടേഴ്സും ഉണ്ട്. പക്ഷേ കാസ്റ്റിംഗ് ഒന്നും അങ്ങോട്ട് സുഖമില്ല. ത്രൂ ഔട്ട് ഒരു പ്ലാസ്റ്റിക് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ അനിയനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തും. പിന്നെ ഇതേപോലെ 2-3 മരണങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും സിനിമ ഒരു സീരിയൽ കില്ലിങ്ങിൻ്റെ ട്രാക്കിലേക്കാവും. അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, സത്യത്തിൽ നമുക്ക് ഇമോഷണൽ കണക്ഷൻ ആദ്യം മുതലേ ഇല്ല. അത് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് അത് നടന്നിട്ടില്ല. കാരണം ഈ കാസ്റ്റിംഗ് തന്നെ പാളി. അപ്പോൾ ഈ അനിയൻ മരിക്കുമ്പോൾ സാധാരണ നമുക്ക് വിഷമമുള്ളൂ എന്നാണ്. ഇത് ശരിക്കും എനിക്ക് തോന്നിയത് ഈ അയാളുടെ ശല്യം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇനി ആളുടെ വെറുപ്പിക്കൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതേപോലെ സീരിയൽ കില്ലിങ്ങിൻ്റെ ട്രാക്കിലേക്ക് ഓരോ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഭാവന ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നു. ഭാവനയുടെ അനിയനുമാണ് ഇതിൽ മരിച്ചതിൽ ഒരാൾ. അപ്പോൾ റഹ്മാൻ്റെ പോലീസുകാരനാണ്. അപ്പോൾ ഇതിങ്ങനെ കഥ പോകുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നൊരു സാധനം, കുറേ ഇംഗ്ലീഷ് സിനിമകളുടെ റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിനിമയുടെ ഒരു ടെംപ്ലേറ്റ് തന്നെ അങ്ങനെയാണ്. അപ്പോഴും ഇതിങ്ങനെ ബുക്ക് വായിച്ച് പഠിച്ച് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഈ സിനിമയുടെ ഡയറക്ടർ ആണെങ്കിലും റിയാസ് മാരത്താണ് ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്, ഈ ഫോറൻസിക് പോലീസ് ഇവരുടെ അന്വേഷണം. പക്ഷേ ഇതൊക്കെ ബുക്ക് വായിച്ച് പഠിച്ച് ഇങ്ങനെ എഴുതിയ ആൾക്കാർ സംവിധാനം ചെയ്യുന്ന ചില സിനിമകളുണ്ടല്ലോ, അതുപോലെയാണ് തോന്നിയത്. അതായത് ജീവിതാനുഭവങ്ങളോ നേരിട്ടുള്ള അനുഭവങ്ങളോ ഇല്ലാതെ, അതാണ് ഈ ത്രൂ ഔട്ട് ഈ എച്ചുകെട്ടൽ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ ചില സിനിമകളിൽ ഇങ്ങനെ വരാൻ കാരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇംഗ്ലീഷ് സിനിമകളുടെ റെഫറൻസ് ആണെങ്കിലും കുറേ ഉണ്ട്. അതായത് സൈലൻസ് ഓഫ് ദി ലാംസിൽ ഒരു പെണ്ണാണ് നായിക, ഇതിൽ ഭാവനയാണ്, അതേപോലെ ഫീമെയിൽ ലീഡാണ്. പിന്നെ അതിൽ ഒരു ഡെഡ് ബോഡിയുടെ അതൊന്ന് അണ്ണാക്കിന്ന് ഇങ്ങനെ വണ്ടിയിൽ കിട്ടുന്ന സീനുണ്ട്. ഇതിൽ അങ്ങനെയൊന്നുമില്ല, ഇതിൽ ചെറിയൊരു ബോഡിയുടെ ഇത് കിട്ടുന്നുണ്ട്. പിന്നെ 7 എന്ന് പറഞ്ഞ സിനിമയുടെ കുറേ ഷോട്ട് ബൈ ഷോട്ട്, അതായത് ഫ്രെയിമൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. അത് സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴാണ് കുറേ ഇലക്ട്രിക് പോസ്റ്റുകൾ, ഒരു വിജനായിട്ടുള്ള സ്ഥലത്തുള്ള ഷോട്ടുകൾ, അങ്ങനെ സിനിമയുടെ മൊത്തത്തിൽ അവിടെ കോസ്റ്റ്യൂംസ്, അങ്ങനെ ആ ഒരു ടെംപ്ലേറ്റ് തന്നെ ഒരു ഇംഗ്ലീഷ് സിനിമകളുടെയൊക്കെ ഒരു രീതിയിലാണ്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, നമ്മൾക്ക് ഇൻസ്പയർഡ് ആവുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് നല്ല രീതിയിൽ ചെയ്യണ്ടേ, അല്ലാണ്ട് ചെയ്തിട്ട് എന്താ കാര്യം? പിന്നെ മറ്റൊരു കാര്യം, ഇതിലെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ പേരുകൾ, ഇതൊന്നും നമുക്കൊരു കണക്ഷൻ തോന്നുന്നില്ല. അതായത് ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ലോക ഒരു സൂപ്പർ ഹീറോ ഫാൻറ്റസിയാണ് അല്ലേ. തുടരും എന്ന് പറഞ്ഞ സിനിമയും സാങ്കല്പികമായിട്ടുള്ള ഒരു കഥയാണ്. പക്ഷേ ഈ തുടരും സിനിമ കാണുമ്പോൾ നമുക്കിത് കേരളത്തിൽ തന്നെ ഇവിടെ നടക്കണമെന്ന് തോന്നും. അതേപോലെ ലോകയിലെ കഥ നടക്കുന്ന സ്ഥലം ബാംഗ്ലൂരാണ് തുടങ്ങുമ്പോൾ അല്ലേ. അപ്പം നമുക്കിത് ഇങ്ങനൊരു കണക്ഷനൊക്കെ തോന്നും. പക്ഷേ ഇത് വേറെ ഏതോ ലോകത്ത് കിടക്കണ ഇതായിട്ട് തോന്നും. അതായത് ഇത് കേരളത്തിലാണ് ഈ കഥ നടക്കണമെന്ന് നമുക്ക് തോന്നൂല. കാരണം സ്ഥലത്തിൻ്റെ പേര് വേറെ. അതായത് അതാണ് ഈ നേരത്തെ പറഞ്ഞല്ലോ, ജീവിതാനുഭവങ്ങളില്ലാണ്ട് ചുമ്മാ ബുക്ക് നോക്കി പഠിച്ച ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കും. കുറേ ഇംഗ്ലീഷ് സിനിമ പോലെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാൽ അത് ഈ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറേ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യാൻ നമുക്ക് കുറേ പ്രാന്തുണ്ടാവുമല്ലോ. അതായത് നോളൻ, ടർന്റിനോ, ഇവരുടെയൊക്കെ സിനിമകൾ കണ്ടിട്ട് നമ്മൾ ബിഗിനേഴ്സ് കുറേ ഷോർട്ട് ഫിലിം ചെയ്യില്ല. അപ്പോൾ അതേപോലെ ആ ഒരു സ്റ്റൈൽ ഇയാൾ പരീക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ത്രൂ ഔട്ട് സിനിമയിൽ കാണാം. അങ്ങനെ കഥ ഇന്റർവെല്ലിലേക്ക് എത്താറാകുമ്പോഴത്തേക്കും ഇതൊരു സീരിയൽ കില്ലിംഗ്, സൈക്കോ സീരിയൽ കില്ലിങ്ങിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്,
ഇതിലും ഒരു ക്ലീശയായിട്ട്, അതായത് എത്രയോ സിനിമകൾ കണ്ടിട്ടുള്ള പോലെ രാക്ഷസൻ, ഇങ്ങനെ ഒത്തിരി പടങ്ങളുണ്ടല്ലോ. ഒരു സീരിയൽ കില്ലർ അല്ലെങ്കിൽ സൈക്കോ ഉള്ള ഒരാളാണെങ്കിൽ ആൾ ഇരുട്ടത്ത് ഇങ്ങനെ ഹൂഡിയൊക്കെ ഇട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളായിരിക്കും. ഇങ്ങനത്തെ ഒരു രീതിയിലാണ് അതിനെ ഫ്രെയിം ചെയ്യുന്നത്. അതൊന്നും കുഴപ്പമില്ല, സിനിമയാണല്ലോ, അയാളുടെ സ്വാതന്ത്ര്യം. പക്ഷെ എനിക്ക് അതിലൊരു കാര്യം പറയാനുള്ളത്, ഇത് നിങ്ങൾ ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിൽ, ശരിക്കും ഒരു സീരിയൽ കില്ലർ അയാളെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അയാൾ അങ്ങനെ നമ്മൾ ഈ സിനിമകൾ കാണിക്കുന്ന പോലെയല്ല. അതായത് വളരെ സോഷ്യലായിട്ട് ജനങ്ങളോടൊക്കെ ഇടപഴകി ജനങ്ങളുടെ ഇടയിൽ വളരെ നോർമലായിട്ട്, അതായത് ഇപ്പോൾ ചാർലിയിൽ ദുൽഖറിനെയൊക്കെ പോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറായിരിക്കും ഈ സീരിയൽ കില്ലർ. അതായത് നമുക്ക് മനസ്സിലാവില്ലെന്നാണ് പറയണേ. അതായത് നമുക്ക് അവർ ഒരു സംശയവും തോന്നില്ല, അങ്ങനത്തെ ആളുകളായിരിക്കും പൊതുവെ ഇങ്ങനത്തെ സീരിയൽ ക്രിമിനലുകളായിട്ടുള്ള ആളുകൾ. പക്ഷേ ഈ സിനിമകളിൽ കാണിക്കുന്ന എങ്ങനെയാണ്, ഭയങ്കര ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇരുട്ടത്തൊക്കെ ഇരുന്ന് ഹൂഡിയൊക്കെ ഇട്ട് അങ്ങനെ നടക്കുന്ന ഒരാൾ. പക്ഷേ അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ. അപ്പോൾ ഈ സിനിമയിലും അങ്ങനത്തെ ഒരു ക്ലീശ ആ ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ. കളങ്കാവൽ നല്ലൊരു എക്സാമ്പിളാണ്. കളങ്കാവൽ അങ്ങനെയാണല്ലോ, അതായത് ഈ സൈനാൻ മോഹൻ്റെ കഥയാണല്ലോ. അതിലെ മമ്മൂട്ടീനെ കണ്ടോ, ശരിക്കും എല്ലാ ആളുകളുടെ ഇടയിലും വളരെ നോർമലായിട്ട് ഇടപഴകി ആർക്കും ഒരു സംശയം തോന്നാത്ത ഒരാളാണ്. ശരിക്കും അങ്ങനെയാണ് സീരിയൽ കില്ലർ കേട്ടോ. അത് ഇതിൻ്റെ ഒപ്പം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും ഈ സീരിയൽ കില്ലറാണ് ഈ കൊലകളൊക്കെ നടത്തിയെന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അത് നോക്കുമ്പോൾ നമ്മുടെ റൈഫിൾ ക്ലബ്ബിലെ ദിലീഷ് പോത്തൻ്റെ അനിയനാണ്. പുള്ളി കുഴപ്പമില്ല, പുള്ളിയുടെ ആ റോളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് കിട്ടിയ സാധനം പുള്ളി ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ നിന്ന് കഥ അങ്ങോട്ട് കൊണ്ടുവന്നത് റഹ്മാനാണ്. അപ്പൊ റഹ്മാൻ നേരത്തെ മറ്റേ ധ്രുവങ്ങൾ 16 പോലീസ് റോൾ ഇങ്ങനത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് റഹ്മാനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും കുഴപ്പമില്ല. ഇവർ റഹ്മാനും ഭാവനൊന്നും വെറുപ്പിച്ചിട്ടില്ല, അവർക്ക് കിട്ടിയ സാധനം അവർ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ റഹ്മാന്റെ ട്രാക്കും പക്കാ ക്ലീഷേ. അതായത് എത്രയോ സിനിമകൾ കണ്ടിട്ടുള്ള ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള അലസനായിട്ടുള്ള പാസ്റ്റിലെ ട്രോമയുള്ള ഒരു പോലീസ് ഓഫീസർ, അയാൾക്ക് ഒരു കേസ് കിട്ടുമ്പോൾ അയാൾ അതിലേക്ക് പിന്നെ അത് അയാളെ പേഴ്സണലി കണക്ട് ആകുമ്പോൾ ആവേശത്തോടെ അയാൾ അന്വേഷിക്കാൻ ഇറങ്ങുന്നു. ഇപ്പം മെമ്മറീസിൽ, പിന്നെ മോഹൻലാലിൻ്റെ മറ്റേ ഗ്രാൻഡ് മാസ്റ്ററിൽ, ഇതിലൊക്കെ കണ്ടിട്ടുള്ള അതേ ക്ലീഷയൊക്കെ അത് തന്നെ. റഹ്മാൻ ആദ്യം ഇങ്ങനെ മന്ദിപ്പാട്ടി നടക്കും, പിന്നെ അതിലേക്ക് ഇൻവോൾവ് ആവുന്ന സംഭവം. പിന്നെ വേറെ കാര്യം, ഇതിലെ ക്യാരക്ടേഴ്സ് ഭാവനയുടെ കാര്യത്തിലാണെങ്കിലും ഇതേപോലെ പല ഇന്റർവെൽ പഞ്ച്, പല സ്വാഗ്, ഇങ്ങനെ സ്വാഗ് ഒക്കെ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്, സ്ലോ മോഷൻ ഇങ്ങനെ ഇതൊക്കെ. പക്ഷെ അതൊന്നും കയറണില്ല, പടം ത്രൂ ഔട്ട് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഭാവനയാണെങ്കിലും അവർക്ക് കിട്ടിയ റോഡ് നന്നായിട്ട് ചെയ്തു. ഇപ്പൊ സിനിമ തുടങ്ങുമ്പോൾ ഇവർ ഭാവന ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്ന ഷോട്ട് കാണിക്കുന്നുണ്ട് പാട്ടിന്റെ ഇടയിൽ, അതേപോലെ ക്യാരക്ടർ ഇത്തിരി ബോൾഡ് ആണെന്നുള്ള രീതിയിൽ. പക്ഷെ എന്നാൽ അത് ചുമ്മാ ഒരു സീൻ കാണിച്ച പോലെ, പിന്നെ ഒരിടത്തും ആ സിഗരറ്റ് വലിക്കുന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ അതൊരു ക്യാരക്ടറായിട്ട് പോലും അങ്ങനെ വന്നില്ല. ഇപ്പോൾ കളങ്കാവിൽ മമ്മൂട്ടി സിഗരറ്റ് വലിക്കുന്ന ആളാണ്, പക്ഷെ അത് ആ ഒരു ക്യാരക്ടറായിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്യുമല്ലോ. പക്ഷെ ഇത് നമുക്ക് ചുമ്മാ ഒരു സീൻ അങ്ങനെ വെച്ചേക്കണ പോലെ, ഇടയ്ക്ക് ചുമ്മാ സ്ലോ മോഷൻ അവിടെ. അപ്പോൾ ഇത് ഒരു സ്വാഗ് കൊണ്ടുവരാൻ നോക്കിയിട്ട് അത് കയറണമില്ല. ഇന്റർവെൽ പഞ്ച് ആണെങ്കിലും ആ ഒരു വൈബാ. ഈ സിനിമയുടെ പോസിറ്റീവ്സിൽ ഒന്നായിട്ട് എനിക്ക് തോന്നിയത് ഇതിലെ മ്യൂസിക്കിലെ ചില പരീക്ഷണങ്ങളാണ്. ഹർഷവർദ്ധൻ രമേശ്വരാണ് ഈ സിനിമയിലെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളി ത്രൂ ഔട്ട് ആദ്യം മുതൽ അവസാനം വരെ ചില വെറൈറ്റി എക്സ്പെരിമെന്റ് പോലെ ചില സംഭവങ്ങൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അത് തിയേറ്ററിൽ കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ സൗണ്ട് ഡിസൈനിങ് ഇതൊക്കെ നല്ല രസമുണ്ടായി. പാട്ടുകൾ വലിയ മെച്ചമുണ്ടായില്ലെങ്കിലും. അതേപോലെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും സുജിത് സാരംഗാണ് സിനിമാറ്റോഗ്രഫി ചെയ്തേക്കുന്നത്. അപ്പം അത് തുടങ്ങുമ്പോൾ സീരിയൽ പോലെ, പിന്നെ അങ്ങോട്ട് ഇപ്പോൾ ഹോളിവുഡ് ടെംപ്ലേറ്റ്, ഹോളിവുഡ് റെഫറൻസ് വരുമ്പോൾ ആ രീതിയിലേക്ക് സിനിമാറ്റോഗ്രഫി മാറും. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതാണ് സിനിമാറ്റോഗ്രഫി ആയിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ കഥ ഇങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ചേസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്. അങ്ങനെ കഥ ക്ലൈമാക്സിലേക്ക് കിടക്കുമ്പോഴായിരിക്കും ഇതിൻ്റെയൊക്കെ പുറകിൽ ആ ഒരു ഇത് റിവീൽ ആകുമ്പോഴായിരിക്കും ശരിക്കുള്ള വില്ലൻ നമ്മുടെ ബിഗ് ബിയിലെ ബിജോ, മമ്മൂട്ടിയുടെ ഏറ്റവും ഇളയ അനിയനില്ലേ, മുരുകൻ്റെ അനിയൻ, ഗുജറാത്തി പയ്യൻ. പുള്ളിയാണ് ഇതിലെ കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ പുള്ളിയാണ് ഇതിലൊരു മെയിൻ വില്ലനായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവീൽ ചെയ്യുമ്പോൾ സാധാരണ ഇങ്ങനത്തെ സിനിമയിലൊക്കെ ഉണ്ടല്ലോ, അതായത് സീരിയൽ കില്ലിങ്, ഇതിൻ്റെ പുറകിൽ നോക്കുമ്പോൾ വല്ല കൾട്ടായിരിക്കും, അതായത് ദുർമന്ത്രവാദം ഇരിക്കാം, ഇങ്ങനത്തെ ചില കൾട്ടൊക്കെ ഇരിക്കാം. ഇതിൽ നോക്കുമ്പോൾ സയൻസിൻ്റെ കുറേ എക്സ്ട്രീമിസ്റ്റുകളാണ് ഇതിലെ വില്ലന്മാർ. അതായത് ശാസ്ത്രീയമായുള്ള ചില പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഇപ്പം ഡിപ്രഷനുള്ള, ജീവിതത്തിൽ വളരെ ലോ പോയിന്റിൽ കിടക്കുന്ന, അതായത് ആത്മഹത്യാ പ്രവണതകളുള്ള, വളരെ ഡൗൺ ആയിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെയുള്ളവർ ഇവർ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നതായിരുന്നു ഇതിന്റെ സംഭവം. അപ്പോൾ ഇവർ നോക്കുമ്പോൾ ഈ സയൻസിന്റെ കുറെ എക്സ്ട്രീമിസ്റ്റുകളാണ്, അതായത് മേനിയാക്സ് എന്ന് പറയാം. അത് ഇവർ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അനുഭവിച്ച ആൾക്കാർ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ്, അതായത് മരിച്ച ആളൊന്നും കൂടി ജീവിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന പോലെ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പടം ഒരു സൈഫൈ ട്രാക്കിലേക്ക് പോകും. അവിടെ നിന്ന് പിന്നെ നോക്കുമ്പോൾ അത് ആ വിഷ്വൽ ഇതൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. നല്ല ട്രിപ്പി വിഷ്വൽ പോലെ സ്പേസും ഇതൊക്കെ പോകുന്നുണ്ട്. അതായത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അനുഭവിക്കുന്ന ഒരു ആള് ഈ ലോകം വിട്ടു പോകുന്ന പോലത്തെ കുറെ സീക്വൻസ് ഉണ്ട്. അവിടെ നോക്കുമ്പോൾ പടം ഇന്റർസ്റ്റെല്ലാറിന്റെ റെഫറൻസ്, ഇൻസെപ്ഷന്റെ ചില ഷോട്ട്, ഇതിങ്ങനെ, അതായത് ഈ ഡയറക്ടർക്ക് എല്ലാം ഇങ്ങനെ പരീക്ഷിക്കാനുള്ള ത്വരയാണ് ത്രൂ ഔട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതായത് ഓഡിയൻസ് ഇപ്പോൾ ഇതൊന്നും കാണാത്ത ആൾക്കാരാണെങ്കിൽ പുതിയ എന്തോ പരീക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലെങ്കിലും ആശ്വസിക്കാം എന്ന് നമുക്ക് കരുതുന്നു. അങ്ങനെ ബിജു ആണ് ഈ മെയിൻ വില്ലൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറെ ട്വിസ്റ്റ് ഉണ്ട്. വില്ലന്റെ ഒപ്പം വേറൊരാളും കൂടി ഉണ്ട്. അയാൾ ആദ്യം മുതലേ, അതായത് ഈ സിനിമ തുടക്കം പോലെ തന്മാത്രയിലെ മോഹൻലാലിന്റെ മോനായിട്ട് അഭിനയിച്ച പുള്ളിയുണ്ട്.
പുള്ളി ഭാവനയുടെ ഇവരുടെയൊക്കെ ഫ്രണ്ട് ആയിരിക്കും, പുള്ളി ഈ ഇതിലെ ഭാഗമായിരിക്കും. ഇങ്ങനെ അത് ആദ്യമേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അതും എന്താ പറയുക, നമുക്ക് തോന്നും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്വിസ്റ്റും ഉണ്ടായി. അങ്ങനെ സിനിമ മൊത്തം കഴിയുമ്പോഴത്തേക്കും ഒരു ആവറേജ് ഫീലിലാണ് സിനിമ തീരുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.